CPIM ആണ് കേരളം ഭരിക്കുന്നത്. ഇപ്പം CPIMൻ്റെ പ്രവർത്തകരായിട്ടുള്ള പലരും CPIM എന്ന് പറയുന്ന ആശയത്തിനോ പാർട്ടിയോ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. 10 പൈസയുടെ കച്ചവടം നടന്നിട്ടില്ല. ഒരു DYFIക്കാരനും പോവില്ല. അങ്ങനെ പ്രൊപ്പഗൻഡയ്ക്കൊന്നും പോയിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാൾ ചെയ്യുന്ന സിനിമയ്ക്ക് ഈ മാർക്സിസ്റ്റുകാരും DYFIക്കാരോട് ഇറങ്ങിയാൽ പോരെ, വലിയ ലാഭത്തിലെത്തിക്കുക. അവർക്ക് പോകുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസ് ഇല്ലെന്നേ സിനിമയ്ക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല. ഒരു മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പറ്റും എന്ന് നിങ്ങൾ തോന്നുന്നു വളരെ വിഡ്ഢികൾ ഒരു ചെറിയ ശതമാനമുണ്ട്. നരസിംഹം എന്നൊരു സിനിമ കഴിയുമ്പോൾ തിയേറ്ററിൻ്റെ ഇൻ്റർവെല്ലിന് പുറത്ത് അടി നടക്കുന്നു. കാരണം ഇറങ്ങി വരുന്നവൻ്റെ ഉള്ളിൽ മോഹൻലാല ചായടാ മര്യാദ അടി. ഇവൻ മോഹൻലാലിനെ അകത്തും കൂടെ കൊണ്ടുവന്നിരിക്കുകയെ. രണ്ടെണ്ണം കിട്ടുമ്പോൾ അവന് മനസ്സിലാവും. വലിയ സമൂഹത്തിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെ അവർക്ക് വേണമെങ്കിൽ അത് അവർ സിനിമയിൽ ഒന്നും സ്വീകരിക്കില്ല. 101% ഞാനതിനകത്ത് അടിയിൽ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയില്ല. സ്വാനുഭവത്തിൽ നിന്നും തൻ്റെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്നും മാത്രമേ അവൻ ഇൻഫ്ലുവൻസ്ഡ് ആവുള്ളൂ. സിനിമ അവൻ കാണുന്ന വേറൊരു കാര്യത്തിനാണ്. BJPക്ക് വേണ്ടി അധിക പ്രസംഗവും നടത്തുന്ന സുരേഷ് ഗോപി വിവരക്കേട് ഒരുപാട് പറയുന്നുണ്ട്. ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്നത് ആളുകൾ ചിരിച്ചു തള്ളുന്നു. അവൻ്റെ ഒരു സിനിമ അറിയുമ്പോൾ ഗരുഡൻ, അത് തിയേറ്ററിൽ വലിയ വിജയമല്ലെങ്കിലും വിജയമായി. അവനത് DYFIക്കാരില്ലേ കാണാൻ, മുസ്ലിം ലീഗുകാരില്ലേ, അത് സിനിമയുടെ കാണുന്നു. അത്രയേ ഉള്ളൂ. മൈക്രോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയമുണ്ട്. ഇതിപ്പോൾ കാതൽ വന്നു. കാതലിനകത്ത് സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതുപോലുള്ള സിനിമകൾ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? സുഹൃത്തെ, അങ്ങനെ ഒരു സിനിമ ഒരു കാതൽ തുടങ്ങുന്നല്ല. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് IV ശശിയും P ദാമോദരനും എഴുതിയ ഒരു സിനിമയിൽ മമ്മൂട്ടി ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം? അളിയെ ഹോമോസെക്ഷലാ. ഈ വിഷയം അന്ന് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങളിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബിലീവബിലിറ്റി ആളുകൾക്ക് ബോധ്യപ്പെട്ടാൽ അവരത് കാണും. അങ്ങനെയൊന്നും ഒരാളെ എഴുതി തള്ളുകയോ അതിന് കൂടെ നിൽക്കുകയോ ചെയ്തത്. അയാൾ ആദ്യം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. രാവിലെ തൊട്ട് അടുക്കളയിൽ പാത്രം മൂറിയും ഭക്ഷണം ഉണ്ടാക്കിയും ജീവിതം തീരുന്നൊരു പെൺകുട്ടിയുടെ കഥ അയാൾ മറ്റെവിടെയും ഫോക്കസ് ചെയ്യുക, അടുക്കള തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ അത്തരം വീടുകൾ, അത്തരം കുടുംബങ്ങൾ, അത്തരം വീട്ടമ്മമാരെ. അത് പറയാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അയാളെ നശിപ്പിക്കാതിരിക്കുക. എനിക്ക് നിങ്ങളുടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അർഹിക്കുന്നതിനപ്പുറത്ത് ഗൗരവം കൊടുത്ത് ഇതിനെ ഒന്ന് കൊണ്ടു നടക്കരുത്. ഇറ്റ്സ് എ ഫിലിം. ഇതിപ്പോൾ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ തിയേറ്ററിൽ ഓടി കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളാണ്. ജോണ മാത്രമല്ലേ ഉള്ളൂ ഇത് പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. വേറെ ആരുണ്ട് മലയാളത്തിൽ? ഷാജിയൻ കരുണും ഗോപാലകൃഷ്ണൻ മോശമാണോ? സിനിമ ഓടിയെന്ന് പറഞ്ഞാൽ 100 ദിവസം ഓടിയെന്ന്. ആത്യന്തികമായ ലക്ഷ്യം ഏറ്റവും അധികം ആളുകൾ കാണുക, അതിന് പണം നിർമ്മാതാവിന് തിരിച്ചു കിട്ടുക, ലാഭം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ അവസാനം കാസ്റ്റ് ചെയ്ത് ദിലീപിനെയും കാവ്യമാധവനെയും. സ്വാഭാവികമായും അവരുടെ അഭിനയ ശേഷി മലയാളം കണ്ട ഏറ്റവും നല്ല നടനും നടിയും എന്നുള്ളത് മാത്രമൊന്നുമല്ല, അതിൻ്റെ വിൽപ്പന സാധ്യതകളും കൂടെ കണ്ടെത്തിയായിരിക്കും അദ്ദേഹം അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിന് കിട്ടിയതുള്ളൂ. ഇതെല്ലാം കൂടി എഴുതി ഗോപാലകൃഷ്ണനെയൊക്കെ ഞാനായിട്ട് തമ്മിൽ തെറ്റിക്കരുത്. അങ്ങനെ അടിവരയിടാനും പറ്റില്ല. അങ്ങനെ എന്താ സിനിമയെ സീരിയസ് ആയിട്ട് കാണണം. നിങ്ങൾ സിനിമയിൽ നിന്ന് സിനിമയായിട്ട് കാണുക. അതിൽ പല ഭിന്ന രുചിയുള്ള ആളുകൾ ചെയ്യുന്ന ഭിന്ന സ്വഭാവങ്ങളുള്ള സിനിമകളുണ്ട്. അതിനെ അതായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് മഹേഷിൻ്റെ പ്രതികാരം എൻജോയ് ചെയ്യാം, തൊണ്ടി മുതലും ദിക്സാക്ഷിയും എൻജോയ് ചെയ്യാം. അതിന് വലിയ പൊളിറ്റിക്സ് എന്താണെന്ന് ചെയ്യുക. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് സിനിമയുടെ പിന്നാലെ നിങ്ങളൊന്നും നടക്കരുതെന്നാണ് ഞാൻ പറയുന്നത്.
നടക്കരുതെന്ന് പറഞ്ഞാലും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് ഇപ്പോൾ സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വേണമെന്നും വേണ്ട എന്നും രണ്ട് വിഭാഗമുണ്ട്. വേണമെന്ന് പറയുന്നവർ അത് പറയുന്ന ഒരു ആർഗ്യുമെന്റ്, കാലം ഒരുപാട് മുന്നോട്ട് പോയെന്നും നമ്മൾ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയി എടുത്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല എന്നുള്ള റിയലൈസേഷൻ വരികയും സ്വയം ഒരു നവീകരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരികയും ചെയ്യുന്നത് എന്നാണ് ഒരു ആർഗ്യുമെന്റ്. ഓൺ ദ അതർ സൈഡ് പറയുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ക്രിയേറ്റിവിറ്റിയെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ചെയിൻഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്രോസസ്സാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ലെൻസിലൂടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒന്നാമത് ഉപയോഗിക്കുന്ന ഈ ടെർമിനോളജി ഉണ്ട്, ഇതൊന്നും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനോ അല്ലെങ്കിൽ നമ്മുടെ ലിജോ ജോസോ ഇരിക്കുന്നൊരു സ്ഥലത്ത് ഈ വാക്കുകൾ തന്നെ കയറി വരില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്തെന്നിന് എന്ന് ചോദിക്കുകയാണ് അവർ. അവരത്തരം ഭാരങ്ങളൊന്നും തലയിലെടുക്കാറേയില്ല. അവർ ചിന്തിക്കുന്നത് സിനിമ, നൻപകൽ നേരത്തും മയക്കം, ഹരീഷിൻ്റെ കഥയിലെ സിനിമ സാധ്യത ലിജോ മനസ്സിലാക്കുന്നിടത്ത് ഡിസ്കഷൻ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല. അവർക്ക് രണ്ടുപേർക്കും ഹിതമെന്ന് തോന്നുന്ന ഒരു ടെറൈനിൽ അവരതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പൂർത്തിയാക്കുന്നു, സിനിമ ചെയ്യുന്നു. ഇത് ഒന്നാമത് ഈ ചർച്ച സൈദ്ധാന്തികത എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് കയറി പോകേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ മതി. ഇതിനൊന്നും പുറകെ പോകരുത്. കഴിയുമെങ്കിൽ ഈ സിനിമാക്കാരെ ഞാനടക്കമുള്ളവന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാനും പോകരുത്. വെറുതെ വേസ്റ്റാണ് ഇതൊക്കെ. ഒരു വിഭാഗം സിനിമാക്കാർ ഞെട്ടിയിരിക്കുന്നത് ലിയോ എന്ന് പറയുന്ന വിജയകാന്തിൻ്റെ പടം, അല്ല വിജയുടെ പടം കേരളത്തിന് കളക്ട് ചെയ്ത കോടികളെക്കുറിച്ച്. അതുപോലെ ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്ന പടം ഇവിടുന്ന് അത്ര കൊണ്ടുപോയി. ഒരു സൈദ്ധാന്തികതയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ ഒരു തേങ്ങ കൊലയില്ല. 2-2.5 മണിക്കൂർ ഹാപ്പി ആയിട്ട് കണ്ടിട്ട് അവൻ വീട്ടിൽ പോകും. അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ കുട്ടിക്കാലത്ത് എക്സിബിഷൻ ഗ്രൗണ്ടിലും മറ്റേ പലതരം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണാൻ പോകുന്നൊരു കുട്ടി എന്നിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ജീവൻ പണയം വെച്ച് ഇത് ചെയ്യുന്ന ഈ മോട്ടോർ സൈക്കിൾ അഭ്യാസം നടത്തുന്നതിന് എന്ത് കൂലി കൊടുക്കുന്നുണ്ടാവും ചിന്തിക്കുക എന്ന് പറയുന്നത് അവന് മാനസിക രോഗമുണ്ട് എന്നുള്ളൊരു തെളിവാണ്. അതിൽ നിന്നും വല്ലാതെ വളർന്നിട്ടൊന്നുമില്ല നമ്മളൊന്നും. പിന്നെ തലയിൽ മുണ്ടിട്ടിട്ട് ഈ സൈദ്ധാന്തികന്മാരും പോയിട്ട് ലിയോ കാണും. മലയാളി ഹിപ്പോക്രസി. ഒരുപാട് കാര്യങ്ങൾ മലയാളിക്ക് അത് കുറഞ്ഞു വരിക. കുറച്ച് ബുദ്ധിജീവികൾ ബാക്കിയുണ്ട്, അവർ കൂടെ നന്നായാലും ഈ നാടിന് കൊള്ളാം. നമ്മൾ ഇവന് മറ്റവനെ കണ്ടുകൂടാ, അത് വേറെ കാര്യം. ഏറ്റവും അധികം പരസ്പരം കണ്ടുകൂടാത്ത ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം ഇവിടുത്തെ കലാ സിനിമ എന്ന ലോകമാണ്. കച്ചവട സിനിമ എന്ന് പറയുന്ന അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അവരിലൊക്കെയുള്ള പരസ്പര ബന്ധവും സ്നേഹവും ഉണ്ടല്ലോ, ഇവമാർക്കില്ല. കഴിഞ്ഞ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു റൂമറായിരുന്നു താങ്കൾ സ്ഥാനാർത്ഥിയാവുന്നത്. വേറെ CPM സ്ഥാനാർത്ഥിയാവും, ഈ നോർത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത് വളരെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒന്നും എന്നോട് പാർട്ടിയുടെ പ്രമുഖനായ ഒരാൾ ചോദിച്ചു അങ്ങനെ ഒരു ഓഫർ വന്നാൽ ഞാനില്ല എന്ന് പറയും. വേറെ അപ്പോൾ CPM-ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ടുള്ള അടുപ്പം പിന്നെ എങ്ങനെയാണ് താങ്കളുടെ രാഷ്ട്രീയ ഈ ഒരു അടുപ്പം പ്രകടിപ്പിക്കുന്നത്? എനിക്കങ്ങനെ ഇതിലിറങ്ങി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നവകേരള സദസ്സ് കോഴിക്കോട് വന്നു, ഞാനവിടെ പോയിട്ടൊന്നുമില്ല. ഞാൻ പോകണം, എന്തുകൊണ്ട് അയാൾ വന്നില്ല എന്ന് CM പോലും ചിന്തിക്കുന്നുമില്ല. CM-നോടും പഴയ നമ്മളെ MLA പ്രദീപ് പറഞ്ഞു, രഞ്ജിത്ത് സ്ഥലത്തുണ്ട്. ആണോ? എവിടെയാ? വീട്ടിലുണ്ട്. എനിക്ക് ഈ ഫെസ്റ്റിവലെ ബന്ധപ്പെട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു. വിജയേട്ടനെ ഒന്ന് കാണുന്നതിനും അല്ലെങ്കിൽ ഈ തിരക്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത്ര കൂളാണ്.
ഞാനിവിടുത്തെ പാർട്ടി ഓഫീസിൻ്റെ അവിടെ അത് SFIയിൽ പ്രവർത്തിച്ച കാലത്ത് ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഞാൻ ആ പാർട്ടി ഓഫീസിൽ പോയിട്ടുള്ളത്. നമ്മൾ DC യിൽ. പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് വളരെയധികം ഇഷ്ടവും ബഹുമാനമാണ് ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് അക്കാദമിക്കൊക്കെ പുള്ളി തരുന്നൊരു സ്വാതന്ത്ര്യം. കഴിഞ്ഞ തവണ സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിങ് നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞാൻ സ്ക്രീനിങ് തുടങ്ങി, കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുക മറ്റത്, ആദ്യത്തിൻ്റെ ഭാഗമല്ല, അതൊന്നും കാര്യമാക്കണം. പിന്നെ രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുള്ള അർഹതയുള്ളതിന് അംഗീകരിക്കുക, അത് തന്നെയാണ് നമ്മൾ. എനിക്ക് ഏറ്റവും അധികം എന്താണ് പിണറായി, ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങളങ്ങനെയാണെന്ന് 10 പേര് ചുറ്റും എന്ന് പറഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയം എന്ന് വെച്ചാൽ അദ്ദേഹം വരുമോ എന്ന് മന്ത്രിക്ക് ഉറപ്പില്ല, സജി ചെറിയാൻ. കാരണം അന്ന് നിയമസഭ നടക്കുകയാണ്. നിയമസഭ കഴിഞ്ഞിട്ട് പുള്ളി ഒരു ക്യാബിനറ്റും വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പക്ഷെ ഞാൻ പുള്ളിയുടെ അടുത്ത ഓഫീസിലൊരാളെ വിളിച്ച് പറഞ്ഞു, വന്നേ പറ്റുള്ളൂ, അന്നത്തെ കാര്യം രഞ്ജിച്ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയാം. അവിടെ നിന്ന് കോൾ വന്നു, രഞ്ജിത്തോട് പറയാം 6 മണിക്ക് റെഡിയാവില്ലേ? അങ്ങനെ ഞാൻ 6:30 വരെ ഇരിക്കാം. സജി ചെറിയാൻ അറിയില്ല, പുള്ളി 6 മണിക്ക് കൃത്യം വന്നു. അപ്പോൾ നമ്മൾ ഈ താഴെ നിന്നാണല്ലോ തുടങ്ങുക. അപ്പം ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആദ്യമേ TV ചന്ദ്രന് ഡാനിയൽ അവാർഡ്, പിന്നെ ശ്യാം പ്രസാദിനെ ടെലിവിഷൻ, അത് രണ്ടും കൊടുത്തു. പിന്നെ ഇവർ താഴെ നിന്ന് തുടങ്ങുക. എൻ്റെ പ്രശ്നം വാച്ചിൽ ഞാൻ നോക്കുന്നുണ്ട്, പുള്ളിയൊന്നും മിണ്ടുന്നില്ല. ഒരു ഏരിയ ഞാൻ പറഞ്ഞു, നിയമസഭയുടെ സെഷൻ തീരുമ്പോൾ ഞാൻ ഉണ്ടാവണമെന്നാണ്. ഞാൻ പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് ഞാൻ തീരുമോ? ഞാൻ പറഞ്ഞു തീരില്ല, നമുക്ക് വേറെ പണി ചെയ്യാം, മേജർ അവാർഡ്സാണ് കൊടുത്തേക്കാം, അത് CM-ൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ഞാൻ അക്കാദമി പിള്ളേരെ കണ്ണ് കാണിക്കുന്നത് ഞാൻ കൊണ്ട് ചെല്ലുന്നു. ഞാൻ പറഞ്ഞു തിരികെ ഇനി സിനിമാറ്റോഗ്രാഫി തൊട്ടുള്ള മുകളിലോട്ടുള്ള അവാർഡുകൾ സെക്രട്ടറി അജു ചോദിച്ചു, സാറേ. ഞാൻ പറഞ്ഞു ഇനി ആ മനുഷ്യൻ ഇറങ്ങിപ്പോവും, ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കുന്നതിന് മര്യാദ തിരിച്ച് കാണിക്കണ്ട. അങ്ങനെ ഞാൻ വന്നിരുന്ന് ലാഗ് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ പുള്ളി എന്നോട്, നമ്മളിപ്പോൾ ലിസ്റ്റ് മാറ്റിയില്ലേ, ഇവരൊരു ഓർഡറിലായിരിക്കുമല്ലോ അവാർഡ് വെച്ചിട്ടുണ്ടാവുക, അവിടെ നിന്ന് തപ്പി അത് മുന്നോട്ട് കൊണ്ടുവരട്ടെ, അതിൻ്റെ സമയം എന്നെയാണ് പറഞ്ഞ് പുള്ളി മനസ്സിലാക്കി.